ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വരാൻ പോകുന്ന മോഡൽ എക്സാമും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് എക്സാം ഹോളിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സ് അല്ലെങ്കിൽ ചില ഷോർട്ട് കട്ട് മെത്തേഡ്സ്, പരീക്ഷ എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ഈസിയാകും. ഒരു ട്രെയിൽ പോലെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എത്ര CE മാർക്ക് കിട്ടിയെന്നൊരു ഏകദേശ ധാരണ വേണം. അപ്പോൾ എത്രയാണ് A+ കിട്ടാനുള്ള മാർക്ക് എന്നുള്ളതും നിങ്ങളുടെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 40 മാർക്കിനാണ് എങ്കിൽ 35 അതിൽ കൂടുതലോ മതി A+ കിട്ടാൻ. കാരണം CE മാർക്ക് 10 മാർക്ക് കൂടി ഉണ്ട് എങ്കിൽ 50-ന് 45 അതിൽ കൂടുതലോ കിട്ടിയാൽ A+ ആണ്. അതുപോലെയാണ് 80 മാർക്കിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 70 മതിയാകും CE മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ. അത് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ അധ്യാപകരോടും സ്കൂൾ അധികൃതരോടും ചോദിച്ച് കൺഫേം ചെയ്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവുക. നിങ്ങൾക്ക് CE മാർക്ക് ഫുൾ ഉണ്ടെങ്കിൽ അത്രയധികം ആശ്വാസമാണ് നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. ഇനി എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്ന് കരുതി എല്ലാം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കൃത്യസമയത്ത് എഴുതാൻ കഴിയണമെന്നില്ല, സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചാണ് പഠിച്ചതെങ്കിൽ പോലും കൃത്യമായിട്ട് അത് എക്സാം പേപ്പറിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ, എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ A+കൾ നേടാൻ സാധിക്കും അല്ലെങ്കിൽ നേടിത്തരും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ കൈയക്ഷരമാണ്. പലരും ചോദിക്കുകയുണ്ടായി, കൈയക്ഷരം മോശമായാൽ മാർക്ക് കുറയ്ക്കുമോ എന്നൊക്കെ. സാധാരണ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കൈയക്ഷരമാണ്. ചിലത് നല്ല വടിവത്ത കൈയക്ഷരമൊക്കെ ആയിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങളുടെ കൈയക്ഷരം ചെറുതായിട്ട് മോശമാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇംഗ്ലീഷിനും അതുപോലെ സോഷ്യൽ സയൻസിനും ഇനി +2 ഒക്കെ വരികയാണെങ്കിൽ തിയററ്റിക്കൽ സബ്ജക്റ്റിലൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇടവേളകൾ കൊടുത്ത് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഓരോ ലൈനിൻ്റെയും ഇടയ്ക്ക് സ്പേസ് ഇട്ടുകൊണ്ട്, ഇനി ഹ്യൂമാനിറ്റീസുകാരൊക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് കാണുമ്പോൾ കൈയക്ഷരം മോശമാണ് എങ്കിലും ഒരു അടുക്കൻ ചിട്ടയോടുകൂടി എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചർമാരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല പേപ്പറിന്റെ വാല്യൂ അല്ലെങ്കിൽ മാർക്ക് കൂടാൻ അത് സഹായകരമാകും. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മോശം കൈയക്ഷരമാണ് എങ്കിലും കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു മര്യാദ പാലിച്ചുകൊണ്ട് ഇടവേളകളും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പരും കൃത്യമായിട്ടൊക്കെ ഇട്ട് കൃത്യമായ മാർജിനും എല്ലാം കൊടുത്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ്. നമ്മുടെ ഒരു ക്രിക്കറ്റ് മാച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആദ്യം കിട്ടുന്ന 15-10 മിനിറ്റ് അടങ്ങുന്ന കൂൾ ഓഫ് ടൈമാണ്. ഇവിടെ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, ഏത് ഓർഡറിൽ താൻ പരീക്ഷ എഴുതാൻ പോകുന്നു, ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ്, ഏതൊക്കെ കോണ്ടസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും അറിഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുകയും അത് തൻ്റേതാണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയും ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും താൻ എത്ര ടൈം എടുക്കണം എന്ന് സ്വയം തീരുമാനിക്കണം. ഓപ്ഷണൽസ് ഉണ്ട് എങ്കിൽ ഏത് ഒഴിവാക്കണമെന്നും ഏത് എലിമിനേറ്റ് ചെയ്യണമെന്നും തീരുമാനിക്കണം. ഇനി പരീക്ഷയുടെ അവസാന 10 മിനിറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഒന്നുകൂടി ക്വസ്റ്റ്യൻസിലൂടെ ഓട്ടിച്ചു പോകാനും നിങ്ങൾക്ക് കഴിയുകയും കൂടി ചെയ്താൽ നിങ്ങൾ കുറച്ച് പഠിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം മാർക്ക് മേടിക്കാൻ ഈ കൂൾ ഓഫ് ടൈമും ഈ എക്സാം ഹോൾ ടിപ്സ് ഒക്കെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. സോ ഉപകാരപ്രദമായ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ഏത് ടോപ്പിക്സിലാണ് വീഡിയോസ് വേണ്ടത്, ഗൈഡൻസ് വേണ്ടത്, ടിപ്സ് വേണ്ടത് എന്ന് കമന്റ് ചെയ്യാനും മടിക്കേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.